മക്കളെ, തേനീച്ച കൂട് കൂട്ടിയ സ്ഥലം കണ്ടോ നിങ്ങൾ? ഡോറിൻ്റെ ലോക്കിൽ പിടിക്കുന്ന ഉള്ളിന്ന് തുറക്കുന്ന പിടിയിൽ ഈ ഡോറ് തുറന്നാൽ നേരെ തേനീച്ചക്കൂട്. എൻ്റെ സൗദിൻ്റെ വീട്ടിൽ സ്റ്റോർ റൂമിൽ പുറത്തുള്ളൊരു സ്റ്റോർ റൂമാണിത്. എപ്പോഴും തുറക്കാത്ത സ്റ്റോർ റൂമാണ്. അപ്പോൾ അവർ തുറന്നപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എന്നോട് എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒരു ചാർക്കോളൊക്കെ കത്തിച്ച് അതിലേക്ക് ബുഹാർ എന്ന് പറയും ഇവിടെ പുകക്കുന്നൊരു സാധനം, അതിട്ടിട്ട് നമ്മളൊന്ന് പുകക്കാൻ തീരുമാനിച്ചു. ആദ്യം പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് പുകക്കാൻ നോക്കി. ഡോറ് തുറന്നാൽ നേരെ ഒന്നായിട്ട് പുറത്തേക്ക് വരും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം വെച്ച് അടച്ചിട്ടു. ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ടു. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കുറേ ഈച്ചകൾ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ഈച്ചകളുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ വീണ്ടും ഈച്ചകളുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലോസ് ചെയ്തിട്ടു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി. ഇപ്പോഴും അടിഭാഗത്തൊക്കെ ഉണ്ട്, മോൾ ഭാഗത്തെ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ. ആകെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ, പുറത്തൊക്കെ കുറേ ഇറങ്ങി. ഭാഗ്യത്തിന് കുത്തൊന്നും കിട്ടിയില്ല. താഴെ ഭാഗത്തുള്ള ഇത് പോകുന്നില്ല, ഈച്ചകൾ പോകുന്നില്ല. അങ്ങനെ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഞാനൊരു മരക്കഷ്ണം കൊണ്ട് ലാസ്റ്റ് കളയേണ്ടി വന്നു കേട്ടോ. പുകച്ചിട്ട് മാത്രം പോകുന്നില്ല. ഇത്രേ പോയിട്ടുള്ളൂ ലാസ്റ്റ് പുകച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോഴും കണ്ടോ അതിൻ്റെ താഴെയും ആ സൈഡിൽ പലകൻ്റെ ആ സൈഡ് ഭാഗത്തൊക്കെ വീണ്ടും ഈച്ചകളുണ്ട്. ഇതാണ് ലാസ്റ്റ് ഞാൻ കുറേ കളഞ്ഞു പോയി പലകയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇപ്പോഴും ആ ഡോറിൻ്റെ ആ സൈഡിൽ കുറച്ച് ഈച്ചകളുണ്ട്. അതിന് പിന്നെ ഒരു മരക്കഷ്ണം കൊണ്ട് തോണ്ടിക്കളഞ്ഞ് ഇതാണ് ലാസ്റ്റ് ഫുള്ള് ക്ലീൻ ആക്കി. ഈ ഒരു സ്റ്റോർ റൂമാണിത്, എപ്പോഴും തുറക്കാത്തൊരു സ്റ്റോർ റൂം. അപ്പോൾ കുറേ ഈച്ചകൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ കൊതുകിനെയൊക്കെ കൊല്ലുന്ന ആ ഒരു സാധനത്തുമ്പോൾ കൂടി കുറേ ഈച്ചകൾ. ഇതാണ് അതിൽ നിന്ന് കിട്ടിയൊരു തേനീച്ചൻ്റെ പലക കേട്ടോ. കുറച്ച് തേനും കിട്ടി, വളരെ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. ഇതാണ് അതിൽ നിന്ന് കിട്ടിയ തേന്.